ദ ജേർണലിസ്റ്റിലേക്ക് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാരത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ പ്രതികാരം അതിശക്തമാക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം നടുക്കത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം അമേരിക്കയുടെ 5 രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഒപ്പം പ്രധാനപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിലേക്കും തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാനിലേക്കും ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് അമേരിക്ക പകരം വീട്ടും അല്ലെങ്കിൽ ഇറാനെ തകർത്തു കളയുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ച ഇറാൻ ഇനി തങ്ങളുടെ അനുവാദമില്ലാതെ ഒരൊറ്റ കപ്പൽ പോലും അതുവഴി പോകാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിക്കുകയും അതിൻ്റെ സൂചനയെന്നോണം അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പൽ തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ നമ്മൾ കണ്ട വിധത്തിലല്ല ഇനി ഈ യുദ്ധത്തിൻ്റെ പോക്ക്. അത് അതിതീവ്രവും നാശനഷ്ടങ്ങൾ മാരകവുമായിരിക്കും എന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത നിലയിലേക്ക് ഇറാൻ നീങ്ങുന്നത് എന്ന ചോദ്യമാണ് ലോകം ആശങ്കയോടെ ചോദിക്കുന്നത്. അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ. ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ആ ചടങ്ങുകൾക്കിടയിൽ പോലും പ്രകോപനപരമായ രീതിയിൽ ഇറാന് നേരെ ആക്രമണം നടത്തിയ അമേരിക്കയോട് ഇനി ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് ഇറാൻ അസന്നിഗ്ധമായി തീരുമാനിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഖത്തറിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനും കൂടെ ചേർന്ന് അമേരിക്കയുമായി പല വിധത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും ആരൊക്കെ മധ്യസ്ഥം വഹിച്ചാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴുള്ളത്. അതിൻ്റെ സൂചനയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ, അതായത് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയുടെ വെല്ലുവിളി അങ്ങനെ നിൽക്കുകയാണ്. സ്വന്തം പിതാവിൻ്റെ കൊലയാളികളെ പിന്തുടർന്ന് കൊല്ലും, അത് ടോപ്പ് ടു ബോട്ടം, മുകൾ മുതൽ താഴെ വരെ ആയത്തുള്ള അലി ഖാംനെയുടെ രക്തസാക്ഷിത്വത്തിന് കൂട്ടുനിന്നവരാരൊക്കെയാണെങ്കിലും അവരെ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും സ്വന്തം രാജ്യവും ജീവനും നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ പ്രതികാരം ഞങ്ങൾ ചെയ്തിരിക്കും എന്നാണ് മുജ്തബ ഖാംനെയി പറയുന്നത്. അതായത് ഇറാൻ്റെ പോരാളികൾ അല്ലെങ്കിൽ ഇറാൻ്റെ ചാവേറുകൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പല രാജ്യങ്ങളിലും അവർക്ക് പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്, അതിൻ്റെ നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ നെതന്യാഹുവിനെയും ട്രംപിനെയും പോലും ഭയപ്പെടുത്തുമോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഖാംനെയുടെ അല്ലെങ്കിൽ മുജ്തബയുടെ പ്രഖ്യാപനത്തിന് ശേഷം ചർച്ചകൾ പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് ഏജൻസികളാണ്. അതുപോലെ തന്നെ നെതന്യാഹു ആണ് ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ കാരണക്കാരൻ. ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്ന ആ യുദ്ധം, ഫെബ്രുവരി 28 ആരംഭിച്ച ആ യുദ്ധം, അതിൻ്റെ തുടക്കമിട്ടത് ഇസ്രായേലാണ്, നെതന്യാഹു ആണ്. അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യുമ്പോൾ നെതന്യാഹുവിന് നേരെയും കനത്ത അപായപ്പെടുത്തൽ ശ്രമങ്ങളോ ആക്രമണ ശ്രമങ്ങളോ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും സംശയിക്കാം. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അതിശക്തമായ മാരകമായ ആക്രമണങ്ങളാണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത വിധത്തിലുള്ള ശക്തി ഇറാന്റെ ആയുധങ്ങൾക്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, ജോർദാൻ 6 രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ പല സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് കനത്ത ആക്രമണങ്ങൾ ഇറാൻ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ. നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എങ്കിലും കുവൈറ്റിൽ ഉൾപ്പെടെ ആളുകൾക്ക് പരിക്കേറ്റു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് മേഖലയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിവാണ്. ഈ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ അത് നിർവീര്യമാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, പേട്രിയോട്ട് അടക്കമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കുന്നുണ്ട്. ഈ പറയുന്ന ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും ടാർഗറ്റുകളിൽ എത്തുന്നില്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് എങ്കിലും ഇത് നിർവീര്യമാക്കുന്ന സമയത്തുണ്ടാകുന്ന സ്ഫോടനങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കുന്നത് ഒക്കെ വലിയ നാശനഷ്ടങ്ങൾക്കും അപായങ്ങൾക്കും കാരണമാകാറുണ്ട്. അതുതന്നെയാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സൗദിയിലേക്ക് ഇറാൻ കാര്യമായി ആക്രമണങ്ങൾ നടത്തുന്നില്ല. സൗദിയെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ സൗദിയുമായി അടുത്ത സൗഹൃദം ഇറാൻ ലക്ഷ്യമിടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൗദി ഇറാൻ അനുകൂലമായ നിലപാടുകൾ യോഗങ്ങളിൽ പറയുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും സൗദിയിലേക്കുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇനിയും
ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി പിടിച്ചെടുക്കുന്ന വിധത്തിൽ, ഞാൻ എടുത്തു പറയുന്നു, ആ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുന്ന വിധത്തിൽ അതിലേ പോകുന്ന സകല കപ്പലുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അത് വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ല, ഹോർമുസിലൂടെ കടന്നുപോയ അമേരിക്കയുടെ ഒരു ചരക്ക് കപ്പൽ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു ഇറാൻ എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട്. അതായത് ഇനിയും കപ്പലുകൾക്ക് നേരെ ഹോർമുസിൽ ആക്രമണം ഉണ്ടാകും. ഒമാൻ തീരത്തുകൂടി രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ സേഫ് സോൺ ഒമാൻ തീരമാണ്, ഇറാന്റെ തീരം ഒഴിവാക്കി ഒമാന്റെ തീരത്തുകൂടി ഹോർമുസിലൂടെ കടക്കാമെന്ന് വിചാരിച്ചു പോകുന്ന കപ്പലുകൾക്ക് നേരെയും വ്യാപകമായി ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ ഭാഗത്തുകൂടി കപ്പലുകൾ പോവുക എന്നത് തീർത്തും ദുഷ്കരമായിരിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. ഖത്തറിലെ ദോഹയിലാണ് എയർബേസ്, അൽ ഉദൈദ് എയർബേസ് ഉള്ളത്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എയർബേസ് ആണിത്. ഈ എയർബേസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങോട്ടേക്കുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുക, അതുപോലെ തന്നെ ബഹ്റൈനിലുള്ള US-ന്റെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനമടക്കം, US-ന്റെ കമാൻഡുകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന കമാൻഡിംഗ് സെൻറ്ററുകളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിശക്തവും വിപുലവുമായ ആക്രമണങ്ങൾക്കാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അതേസമയം ഇറാനു നേരെ വ്യാപകമായ മാരകമായ ആക്രമണങ്ങൾ, അക്ഷരാർത്ഥത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും തീമഴ പെയ്യിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 145 കേന്ദ്രങ്ങൾ, ഇറാന്റെ 145 കേന്ദ്രങ്ങളിൽ, അത് സൈനിക കേന്ദ്രമുണ്ട്, റഡാർ കേന്ദ്രങ്ങളുണ്ട്, ഡ്രോണുകളുടെ സംഭരണശാലകളുണ്ട്, മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഊർജ കേന്ദ്രങ്ങളുണ്ട്, മിസൈൽ ലോഞ്ചിങ് പാഡുകളുണ്ട്, തീരദേശ മേഖലയിലെ തുറമുഖങ്ങളുണ്ട്. അങ്ങനെ ഇറാന്റെ ആക്രമണത്തിൻ്റെ തീവ്രത ഇല്ലാതാക്കുക, പരിപൂർണമായി ഇറാനെ ശോഷിപ്പിക്കുക, ആക്രമണം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാന്റെ ആയുധപ്പുരകളും അതുപോലെ തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ ഊർജ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് 145 കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും അത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുകയാണ്. ഈ 140 മുതൽ 145 വരെയുള്ള ആ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളാണ്. ബന്ദർ അബ്ബാസ് ദ്വീപ് അടക്കമുള്ള തീരദേശ മേഖലയിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. എന്തായാലും അമേരിക്ക കൂടുതൽ ശക്തമായി ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളും ഊർജ കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നു. നേരത്തെ ബുഷഹർ ആണവ നിലയം എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രങ്ങളിലേക്ക് മിനിഞ്ഞാന്ന് ആക്രമണം നടന്നിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ. വീണ്ടും അവിടങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഡ്രോൺ കേന്ദ്രങ്ങളും റഡാർ കേന്ദ്രങ്ങളും. അമേരിക്കയ്ക്ക് ഏറ്റവും ഭീഷണിയാകുന്നത് ഈ ഇറാന്റെ റഡാറുകളാണ്. അതുപോലെ തന്നെ ഈ റഡാറുകൾ ഉപയോഗിച്ചാണ് സമുദ്രങ്ങളിലെ കപ്പലുകളടക്കം കണ്ടെത്തുന്നത്. ഹോർമൂസിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഈ റഡാറുകളാണ്. അതായത് ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം. അതുപോലെ ചൈനയുടെ സാറ്റലൈറ്റ് സഹായവും റഷ്യയുടെ മറ്റ് ഇൻ്റലിജൻസ് സഹായവും ഒക്കെ ഇറാൻ ലഭിക്കുന്നുണ്ട് എന്ന് വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഹോർമൂസിൽ നടത്തുന്ന ആക്രമണങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ടാണ് ഹോർമൂസിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കുന്ന ഡ്രോണുകൾ അത് സംഭരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളടക്കം അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം ഉടൻ തീരില്ല എന്നു തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിനേക്കാൾ ഉപരിയായിട്ട് വലിയ തോതിൽ ആക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അപായ സൂചനയാണ്. എന്ന് മാത്രമല്ല, ഹോർമൂസിൽ കൂടുതൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും ഹോർമൂസ് പൂർണ്ണമായി അടക്കുന്നതും വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധന വിലക്കയറ്റവും അടക്കമുള്ള രൂക്ഷമായ ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങളെ നയിക്കും. എന്ന് മാത്രമല്ല, ലോകത്തെ ഭയപ്പെടുന്ന വിധത്തിൽ തന്നെ ഇറാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇനി ചെങ്കടൽ, അതായത് സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്കും ഹൂത്തികൾ ഉപയോഗിച്ച് അടയ്ക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധി അതിരൂക്ഷമാകും. അതേസമയം
ട്രംപിനെ അപായപ്പെടുത്തും, ട്രംപിനെ വധിക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എയർഫോഴ്സ് 1 എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ യാത്രാ വിമാനം, അത് ഖത്തർ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള വിമാനമാണ്. അതാണ് ട്രംപ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് 40-50 കോടി രൂപ ചെലവിൽ മോടി പിടിപ്പിച്ചിട്ടുള്ള അത്രയധികം ചെലവ് വരുന്ന ഒരു വിമാനമാണ്. എന്തായാലും ഈ വിമാനത്തിന് തകരാറുകളുണ്ട്, സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന തരത്തിലൊക്കെ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ നടപടി ഉണ്ടായി എന്ന വാർത്തകളും വരുന്നുണ്ട്.